ഹലോ ഋതിക മാഡം. ഹലോ, രാജു ഇപ്പൊ എവിടെയാ? ഞാനിവിടെ പുറത്താണ് മാഡം. പറഞ്ഞോ. രാജു, ഇവിടെ ഒരു സംഭവം ഉണ്ടായി. എന്താ മാഡം, വേഗം പറയേ. ഞാനും വല്യമ്മയും ജയൻ ചേട്ടനും പ്രിയച്ചിയും കൂടെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയി. അവര് വിളിച്ചോണ്ട് പോയതായിരിക്കും അല്ലേ? അല്ല, അങ്ങനെയല്ല. മനസ്സിലായി, കാര്യം പറയേ. ഫുഡ് കഴിച്ച് ബില്ല് പേ ചെയ്യാനായിട്ട് ഒരുങ്ങിയപ്പോ അതെന്ത് പറ്റിയതാ മാഡം? എനിക്കറിയില്ല രാജു. എന്റെ 2 അക്കൗണ്ടുകളിലായിട്ട് ഒത്തിരി ക്യാഷ് കിടപ്പുണ്ട്. പക്ഷെ ട്രാൻസാക്ഷൻ നടക്കുന്നില്ല. രാജു, ഞാൻ നാണം കെട്ടുപോയി. ഓക്കെ മാഡം, വിഷമിക്കാതെ. ഞാനിപ്പോ അങ്ങോട്ട് വരാം. ശരി രാജു. ശരി മാഡം. ഫ്രീസ് ചെയ്തിരിക്കുന്നോ? അതെ, അതാ അന്നേരം ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാതെ വന്നത്. ആരാ എന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നത്? അതൊക്കെ നമുക്ക് തിരക്കാം. എന്തായാലും ഒരാളുടെ അക്കൗണ്ട് അങ്ങനെയൊന്നും മതിയായ റീസൺ ഇല്ലാതെ മറ്റൊരാൾക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് ബാങ്കിൽ പോ. വലിയ അഡ്വൈസ് ആണെന്നൊന്നും കരുതരുത്. എനിക്ക് മാഡത്തോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ രാജു? ദൈവത്തെ ഓർത്ത് ഈ കൾച്ചർ ഇല്ലാത്തവരുടെ കൂടെ ഒന്നും മാഡം കണ്ട ഹോട്ടലിലൊന്നും പോകരുത്. മാത്രമല്ല, ഇരുന്ന് തിന്നുന്നവരെ തുറന്ന് തിന്നുന്നവരാ എന്റെ അളിയനും അളിയന്റെ അമ്മയും. അവരോടൊന്നും കൂടുതൽ കമ്പനി വേണ്ട. അവര് നമ്മളെ നാണം കെടുത്തും. മാഡത്തിന് ഒരു നിലയും വിലയുണ്ട്, അന്തസ്സുണ്ട്, സംസ്കാരമുണ്ട്. ഇവരുടെ കൂടെ കൂടിയാ അത് നഷ്ടവും. രാജു പറഞ്ഞത് എത്ര ശരിയാ. സത്യത്തിൽ എന്റെ കാശിന് വേണ്ടിയില്ലേ കൊച്ചുമണി വല്യമ്മേനെ സ്നേഹിച്ചത്. ഇതൊന്നും രാജുനോട് പറയണ്ട. രാജു അവരെ വിളിച്ച് ചൂടാവും. വാട്ട് ആർ യു തിങ്കിങ് മാഡം? നത്തിങ് രാജു. മാഡം ഒരു പാവ, പലരും പറ്റിക്കും. ആ വലയിലൊന്നും പോയി വീണേക്കരുത്. അമ്മ ഒരു കൊട്ടാരം മോഹിച്ചു പോയില്ലേ? അതിനകത്ത് മഹാറാണിയെ പോലെ വിലസാമെന്ന് സ്വപ്നം കണ്ടതല്ലേ? അത് ശരിയാടാ. സൂര്യമംഗലംകാർക്ക് ഒത്തിരി കൊട്ടാരങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ കൃതിയൊക്കൊരു തേങ്ങാക്കൊലയില്ലെന്ന് ഞാൻ ഇപ്പോഴല്ലേ അറിഞ്ഞത്. എനിക്കിത് നേരത്തെ അറിയായിരുന്നു. അതല്ലേ രമ്യയെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ അമ്മയോട് പറഞ്ഞത്. ആ ശരിയാ. അവളാണെങ്കിൽ കൊട്ടാരം ഒന്നും തന്നില്ലെങ്കിലും കാശായിട്ടാണെങ്കിലും എന്തെങ്കിലും തരുമായിരുന്നു. ഇവള് ഇത്രയ്ക്ക് ദരിദ്രവാസിയാണെന്ന് ഞാൻ അറിഞ്ഞോ? വിഷം വാങ്ങിച്ച് തിന്നാൻ പോലും 10 കാശ് കയ്യിലില്ലാത്ത മന്ത്രിയുടെ മോള്. അമ്മേ, ഓ, ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. നിന്റെ ഐഡിയ ഒക്കെ ഭൂലോക മണ്ടത്തരോ? എന്തായാലും പറ. ഈ കുടുംബം കലക്കാൻ അമ്മയെ കഴിഞ്ഞ് ഈ ലോകത്ത് മറ്റാരും ഉള്ളൂ. ആ, അത് ശരിയാ. കലക്കാൻ ഞാൻ ഒരുമ്പെട്ട് ഇറങ്ങിയ അത് ഞാൻ കലക്കിയിരിക്കും. എങ്കിലേ രാജുവിന്റെ ഋതികയുടെ ദാമ്പത്യ ജീവിതം അങ്ങ് കലക്ക്. ആ ഋതിക എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടിക്ക്. എന്നിട്ടേ നമുക്ക് രമ്യയെ കൊണ്ട് രാജുവിനെ കെട്ടിക്കാം. നീ കെട്ടിക്കാന്ന് പറയുമ്പോ നിന്ന് തരാൻ രാജു വല്ല ആടോ പശുവോ മറ്റാണ്. അഥവാ ആ മണ്ടൻ സമ്മതിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ആ രമ്യയെ കൊണ്ട് എങ്ങനെ കെട്ടിക്കും? അവക്ക് വട്ടില്ലേടാ. രാജു കെട്ടൂന്നൊരവസ്ഥ വന്ന രമ്യയുടെ വട്ടൊക്കെ മാറുമേ. ഇപ്പൊ നിനക്ക് വട്ടുണ്ടോന്നാ എന്റെ സംശയം. എടാ, നടക്കുന്ന കാര്യം വല്ലതുണ്ടെങ്കിൽ പറയടാ. ഒരു കാര്യം നടക്കില്ല. എന്തിനാ പ്രിയച്ചി എന്നോട് ഇത്ര ദേഷ്യം? എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. മറ്റാരോടും ഇല്ലായിരിക്കും, പക്ഷെ എന്നോട് ദേഷ്യമുണ്ട്.
തെറ്റാ പ്രിയച്ചി നിങ്ങളോടൊക്കെ ചെയ്തത്? എന്താ മിണ്ടാത്തെ? അതിപ്പോ എനിക്ക് അമ്മയോ ചേച്ചിമാരോ ഇല്ല. എന്റെ സ്വന്തം അമ്മയെ പോലെയാ ഞാൻ രാധമ്മയെ കാണുന്ന. എന്റെ സ്വന്തം ചേച്ചിയ പ്രിയച്ചി. എന്നിട്ടും നിങ്ങൾ എന്താ എന്നോട് ഇങ്ങനെ? ഞാൻ രാജുവിനെ സ്നേഹിച്ചു പോയത് തെറ്റാണോ പ്രിയച്ചി? രാജുവിനെ മാത്രമല്ല സ്നേഹിച്ചത്, നിങ്ങളെ എല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ്. ഇത് എന്റെയും കൂടി വീടാണെന്ന് ഞാൻ കരുതിയത്. ആ ഒരു സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയോ കല്യാണം കഴിഞ്ഞു രാജുവിനൊപ്പം ഇവിടെ വന്നത്. പക്ഷെ എനിക്ക് നിങ്ങളോടൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് രാജുവിനെ സ്വന്താക്കണമെന്ന് ഒരു മോഹവും ഇല്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് ഇക്കാര്യത്തെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല.